കോളാമ്പി മൈക്ക് കെട്ടി ഗ്രാമങ്ങളിലെ പൊടിമൺ റോഡിലൂടെ ചീറിപ്പായുന്ന പ്രചാരണ ജീപ്പ്. ജീപ്പിൽ നിന്നും പുറത്തേക്ക് വിതറുന്ന നോട്ടീസുകൾ സ്വന്തമാക്കാൻ മത്സരിക്കുന്ന കുട്ടികൾ. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടിക പ്രിന്റ് ചെയ്ത് കിട്ടാൻ കളക്ടറും ADMഉം പ്രസ്സുകൾക്ക് മുന്നിൽ കാത്തുനിന്ന കാലം. വോട്ടർ പട്ടികയിലെ സ്ത്രീ പുരുഷൻ വാക്കുകളിലെ അക്ഷരങ്ങൾക്കായി പ്രസ് ഉടമകൾ പരക്കം പാഞ്ഞ കാലം. ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരുന്ന് ബ്ലോക്കുകൾ ഉണ്ടാക്കണം. മെറ്റലിൽ തീർത്ത അക്ഷരങ്ങൾ മെയ് വഴക്കത്തോടെ അടുക്കിവെച്ച് തയ്യാറാക്കിയ പേജുകൾ. അതെ, പ്രിന്റിംഗ് ലോകത്തിനും ഉണ്ടായിരുന്നു ഒരു പ്രൗഢിയുടെ കാലം. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ പ്രിന്റിംഗ് പ്രസ്സുകൾക്ക് എന്ത് സംഭവിച്ചു? നേർരേഖ ചർച്ച ചെയ്യുന്നു. ഫെബ്രുവരി 15 രാത്രി 7 മണിക്ക് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ PA അഗസ്റ്റ്യൻ, CKP റയീസ്, ദീപിക മനോഹരൻ എന്നിവർ നേർരേഖയിൽ എത്തുന്നു. സെറ്റ് ചെയ്യുന്നതിന് ഓരോ നോട്ടീസിന്റെ വലുപ്പത്തിൽ തന്നെ ഇതിൽ വെച്ച് ഈ അക്ഷരങ്ങൾ ആദ്യം ഒരു സ്റ്റിക്ക് പോലെ ഇതിൽ ഇത്ര നീളത്തിൽ അടുക്കി വെക്കും. അത് ആ സ്റ്റിക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഇതെടുത്തുകൊണ്ട് ഒരു ഗ്യാലിയുണ്ട്, ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത് പേപ്പറിന്റെ സൈസിൽ. അതേ വെച്ച് പല പ്രാവശ്യമായിട്ട് വെച്ചത് ഒരു ദിവസം ഒരു പേജ് എടുക്കുക. ഒരു പേജിൽ അക്ഷരങ്ങൾ നിറക്കാൻ എത്ര സമയം എടുക്കും? അത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A4 സൈസ് ഒക്കെ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂർ. പിന്നെ സ്ത്രീകളാരും പറയാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും പണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇതെല്ലാം കുറഞ്ഞു. ബൈൻഡിങ് ആയാലും ഇതിൻ്റെ മേഖലയിൽ കട്ടിങ് എല്ലാം ചെയ്തിട്ടുള്ള സ്ത്രീകളുണ്ട് എന്ന് എനിക്കറിയാം, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഡിജിറ്റലായി. സാധാരണ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ CDP ആണ്. അതിന് മുന്നേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ബോക്സിൽ എടുക്കുന്നു. അവിടെ എങ്ങനെ അതിലും പഴക്കമുള്ള ഒരു ടൈപ്പ് കാർബൈഡ് കത്തിച്ചിട്ടാണ് എടുക്കുക. അത് പ്ലേറ്റ് മുട്ടക്കോട്ട് പ്ലേറ്റിംഗ് ആണ്, മുട്ട ഉപയോഗിച്ചിട്ട്. അങ്ങനത്തെ ഒരു ടെക്നോളജി എന്താ കുറേ മാറ്റം വന്നു കെമിക്കലായി. പിന്നെ അവിടെ പിന്നെ ശിവാശിലെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ് രണ്ടാമത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുക. അങ്ങനത്തെ കുറേ ടെക്നിക്ക് ഉണ്ട്. പഴയകാലത്തെ പ്രിന്റിംഗ് ലോകം അറിയാൻ, പുതിയ കാലത്തെ ടെക്നോളജികൾ അറിയാൻ കാണുക നേർരേഖ.